എവിടെയായിരുന്നു? കുറച്ച് ദിവസമായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. വേറെ ആരെയല്ല കേട്ടോ, നമ്മുടെ സൂര്യനെയാണ്. വെയിൽ കണ്ടപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് വന്നേക്കാണ്. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. രേഷ്മയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നീറുമീൻ കിട്ടിയായിരുന്നു. നീറുമീൻ മീൻസ് ഇവിടെയൊക്കെ നീറുമീൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ കണ്ടത്തിലും പുഴയിൽ നിന്നും തോട്ടിൽ നിന്നും ഒക്കെ പിടിക്കുന്ന മീനുകളെ നീറുമീൻ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടോ. അപ്പം നീറുമീൻ കിട്ടിയായിരുന്നു. അത് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കുഞ്ഞുവാവയില്ലേ ആദിയുടെ അച്ഛനൊക്കെ വലയിടാൻ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവിടുന്ന് പിടിച്ചപ്പം നമുക്ക് കൊണ്ടു തന്നതാണ് കേട്ടോ. ഇത് സൈപ്രസോ എന്തോ ആണെന്ന് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. എനിക്കറിയാവുന്നൊരു പേരങ്ങ് പറഞ്ഞു. അമ്മ പറഞ്ഞു ഈ മീനിൻ്റെ പേര് സൈപ്രസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെട്ടാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പൗഡർ തേക്കുന്ന പോലെ ചാരം വാരി പൂശിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാധാരണ ഈ ചേറ്റുമീനൊക്കെ ചേറിൽ നിന്ന് പിടിക്കുന്ന മീനുകൾക്കൊക്കെ ഒരു വഴുവഴുപ്പ് കാണും. നമ്മുടെ കടൽ മീനിനേക്കാളും കൂടുതലും വഴുവഴുപ്പ് തെന്നലും ഒക്കെ കാണും അല്ലേ. എൻ്റെ പുറകെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാർത്തൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാക്കിയ ആ ഒരു ടെൻറ്റാണത് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഒരു വഴുവഴുപ്പ് കാണും. ആ ഒരു വഴുവഴുപ്പ് നമ്മൾ കൈ പിടിക്കുമ്പോൾ തെന്നി മാറി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ചാരം തേച്ചത്. പിന്നെ നമ്മുടെ സുന്ദരിമണി വന്നിരിപ്പുണ്ട്. അവൾ സാധാരണ പൂച്ചകളൊന്നും ഇങ്ങനെ ചേറ്റുമീൻ കഴിക്കത്തില്ല. അവളെന്തോ വിശന്നിരുന്നത് കൊണ്ടായിരിക്കണം അവൾ ഇച്ചിരിയൊക്കെ കഴിച്ചു. പിന്നെ താണ്ട ഈ സൈപ്രസിൻ്റെ വലിയ 2 സൈപ്രസ് ഉണ്ടായിരുന്നു. അതിൻ്റെ വയറ്റിൽ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. മുട്ടയല്ലേ ഇത്? മുട്ടയാണോ പരിങ്ങിലാണോ? പരിങ്ങിലല്ല, മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ശരിക്കുണ്ടായിരുന്നു, വയറ് നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇതെടുത്തപ്പോഴത്തേക്കിനും പാർത്തമ്മൻ എൻ്റെ അടുത്ത് പറയുകയാണേ, നമ്മളിതിൻ്റെ എത്ര കുഞ്ഞുങ്ങളെയാമേ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്, ഇതിൻ്റെ മുട്ട. എന്നിട്ട് ഇങ്ങനെല്ലാം പറഞ്ഞ് സഹതാപം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാന്നേ, എനിക്ക് ഈ മുട്ട വറുത്ത് തരണമെന്ന്. സൈക്കോ അല്ലേ. അവനൊരു രീതിയിൽ എനിക്ക് വേണമെന്ന് ഭയങ്കര വിഷമത്തോടെ സങ്കടപ്പെട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെയല്ലേ നമ്മൾ കഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൻ പറയാം എനിക്കിത് വറുത്ത് തരണേന്ന്. എങ്ങനെ ഇരിക്കണേ. അങ്ങനെ പിന്നെ നമുക്ക് ഈ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇതങ്ങനെ വെട്ടാൻ വലിയ പാടൊന്നുമില്ലായിരുന്നു. ചെറിയ പരലുകളെ കിട്ടുവാണെങ്കിൽ അതാണ് ഭയങ്കര പാട് കേട്ടോ. അങ്ങനെ ഇതിപ്പം ചാരമൊക്കെ ഇങ്ങനെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പൊക്കോളും. നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അലമ്പി കഴിയുമ്പോഴത്തേക്കിനും നല്ലതുപോലെ തന്നെ അലമ്പി കഴിയുമ്പോഴത്തേക്കിനും ചാരമൊന്നും അതിനകത്ത് പിടിച്ചിരിക്കത്തില്ല. അതെല്ലാം നല്ല സെറ്റായിട്ട് പോയി. ഇപ്പം ചാരത്തിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. നീറുമീൻ്റെ ആ ഒരു കറി വെച്ചാലും വറുത്താലും നീറുമീനൊരു ചെറിയൊരു വേറൊരു മണമാണല്ലോ. ആ ഒരു മണം കാണും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് നല്ല വെയിൽ വന്നപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ വിട്ട് കളയാൻ പറ്റത്തില്ല. ഇനി അടുത്ത ദിവസം തൊട്ട് എന്തായിരിക്കും, മഴയാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 3-4 ദിവസത്തെ തുണികളുണ്ടായിരുന്നു. അത് എല്ലാം കൂടെ ഒന്നിച്ച് കഴുകാൻ നിന്നില്ല. കുറച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കുറേ കഴുകി. അതെല്ലാം ഇങ്ങനെ നമ്മുടെ ഈ ചപ്പാത്തി തിരിച്ചും മറിച്ചും ദോശയും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിക്കുന്നത് പോലെ ഇതിൻ്റെ കൂടെ തന്നെ നടന്ന് തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാം കുറേയൊക്കെ ഉണക്കി പറക്കി എടുത്തു കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ അടുക്കളയിലേക്ക് വന്നു. നമ്മുടെ വെട്ടി വെച്ചിരിക്കുന്ന മീൻ അത് നമുക്ക് എല്ലാം തയ്യാറാക്കാമെന്ന് കരുതി ഞാൻ ഈ മീൻ വെട്ടിയതിന് ശേഷം പോയങ്ങ് കുളിച്ചായിരുന്നു കേട്ടോ. കാരണം മേല് ഫുള്ളായിട്ട് ഈ മീനിൻ്റെ ഒരു സ്മെല്ലായിരുന്നു ദേഹത്ത്. എങ്ങനെയൊക്കെ നോക്കിയിട്ടും കൈയെല്ലാം സോപ്പിട്ട് കഴുകിയിട്ടും ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയിട്ടൊക്കെ ആ ഒരു പ്രത്യേക ഒരു ചേറിൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് കുളിക്കാമെന്ന് കരുതി. കുളിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാമെന്ന് കരുതിയാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വെളിയിലോട്ട് നമ്മുടെ ആ ഒരു തുണിയുടെ പുറകിൽ പോയത്. പിന്നെ നമുക്ക് ഈ മീൻ നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ തല വറ്റിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പൊതുവേ നീറുമീനൊക്കെ ഇങ്ങനെ മുളകിട്ട് വറ്റിക്കുന്നത് വലിയ ഇഷ്ടമാണ്. പിന്നെ ഞാൻ എൻ്റേതായ രീതിയിൽ മലനടയിലൊക്കെ വെക്കുന്ന രീതിയിലാണ് ഞാൻ നീറുമീൻ ഇവിടെ കറി വെക്കുന്നത്. ഇവിടെ പാവുമ്പയിലാണെങ്കിൽ നീറുമീൻ വലിയ മീനാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വറുത്തരച്ചും ഒക്കെയാണ് കറി വെക്കുന്നത്. പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. നീറുമീൻ നമ്മളെപ്പോഴും മുളകിട്ട് തന്നെ കറി വെക്കണം. അതിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അടിപൊളിയാണ്. അപ്പം ഞാൻ നിങ്ങളെ പറഞ്ഞ് കൊതിപ്പിക്കുകയാണെന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് ഈ മീൻ കറി വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതിന് നിറച്ച് മുള്ളാട്ടോ. സൈപ്രസിന് എല്ലായിടവും മുള്ള് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇത് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് ഇത് മസാലയൊക്കെ തേച്ച് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാമെന്ന്. എങ്കിലേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൂ. ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചെടുത്ത് അങ്ങനെ വറക്കാമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഫ്രൈ ആയി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ ഈ മീനൊക്കെ ഒന്ന്
കണ്ടിച്ച്. അപ്പം നമ്മുടെ മീൻ ഫുള്ളായിട്ട് ഞാനിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ടും വേണ്ടതെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ് നമുക്ക് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. പിന്നെ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി പോലും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉലുവാപ്പൊടി ഓപ്ഷണലാണ്. നീർമീൻ അങ്ങനെ ഉലുവാപ്പൊടി ഇവിടങ്ങളിലെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഏരിയയിലൊന്നും ചേർക്കത്തില്ല. പിന്നെ ഇവിടെ ചേർക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്തു. അത് മിക്സ് ചെയ്ത് അവിടെ വെച്ചത് അവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. ആ സമയത്തേക്ക് നമുക്ക് ഈ മീനിൻ്റെ തല വറ്റിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ അതിൻ്റെ ചെവളയില്ലേ ആ സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു. അതിൻ്റെ ചെവളയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പിച്ചി പറിച്ച് ഇങ്ങനെ തലയൊക്കെ രണ്ടാക്കിയൊക്കെ വെക്കുന്നുണ്ട്. തല വെട്ടി പിളർന്ന് വെക്കുന്നുണ്ട്. അങ്ങനെ വെട്ടി പിളർന്ന് വെച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റേതായ രീതിയിൽ ചേർക്കുക കേട്ടോ. കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുന്നുണ്ട്, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവപ്പൊടി ചേർക്കാം. പിന്നെ ഉപ്പ്, കുറച്ച് നമ്മുടെ പിഴിപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ അതിൻ്റെ വെള്ളം, ഇത്രയും കൂടി ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ മീൻ വറക്കാൻ വെക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മുടെ മീനുണ്ടല്ലോ അതിപ്പോൾ സെറ്റായി കാണും. അപ്പോൾ അത് നമുക്ക് വറക്കാനായിട്ട് വെക്കാം. അതിനെ എണ്ണ ഒഴിക്കുക. ചൂടാകുമ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം പറക്കി നിരത്തുക. എന്നിട്ട് അതിങ്ങനെ നന്നായിട്ട് ഇച്ചിരി കഷ്ണം കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിച്ച് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് നമുക്ക് നമ്മുടെ മീൻതലയും കൂടി വറ്റിക്കാൻ വെക്കാം കേട്ടോ. അതും അടച്ച് വെക്കാം. അതിനുശേഷം നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, വളരെ കുറച്ച്. അങ്ങനെ പിന്നെ എന്തായാലും ഒന്നും പറയണ്ട എൻ്റെ പൊന്നെ, ഒത്തിരി പാത്രങ്ങളുണ്ടായിരുന്നടാ. പിന്നെ എല്ലാം ചടപടേ. ഇന്ന് വെയിലും കൂടെ ഒക്കെ ഉണ്ടായത് കൊണ്ട് പിന്നെ നമുക്ക് നല്ല ഉഷാറായിരുന്നു കേട്ടോ. കുറച്ച് ദിവസത്തെ മഴ കാലത്തിന് ശേഷം ഒരു ദിവസം സൂര്യനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി. അങ്ങനെ പിന്നെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ തീർക്കുകയാണ്. എപ്പോഴാണെന്നറിയത്തില്ല, എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ മഴ ചാടി വീഴുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സൂക്ഷ്മതയോടെ പെട്ടെന്ന് പാത്രങ്ങൾ കഴുകുകയാണ്. നമ്മൾ ഈ കഴുകി പറകിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഇറച്ചി പറിച്ച് മഴയെല്ലാം കൂടെ വീഴുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എല്ലാം അടുക്കളയിലെ ജോലിയൊക്കെ തീർത്തിട്ട് ഇങ്ങനെ ഇരിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് തുണി പറക്കാൻ ഓടിയാൽ മാത്രം മതിയല്ലോ. അങ്ങനെ പിന്നെ ഞാൻ എല്ലാം പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം അടുക്കി പറക്കി വെച്ചു. പിന്നെ നമ്മുടെ മീൻ 2 സെക്ഷനായിട്ടാണ് ഞാൻ വറുത്ത് കോരിയത് കേട്ടോ. തോനെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ. അങ്ങനെ പിന്നെ ആദ്യത്തെ സെക്ഷൻ നമ്മൾ വറുത്തത് നമ്മളൊരു അടപ്പുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ. ഇതാകുമ്പോൾ സെക്യൂറായിട്ട് അങ്ങ് ഇരുന്നോളും. പക്ഷേ നമ്മുടെ സുന്ദരിമണിയെ പേടിക്കണ്ട, അവളങ്ങനെ വന്ന് അട തട്ടുവോ കട്ടെടുക്കുവോ അങ്ങനെയൊന്നുമില്ല. മീനാണെങ്കിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ആ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വെച്ചേക്കുമായിരുന്നു, തുറന്നിട്ട് വെച്ചേക്കുമായിരുന്നു. അവളവിടെ ഇരുന്നതല്ലാതെ അത് അവൾക്ക് കൊടുക്കുന്നവരെ അവൾ അവിടെ കാവലിരുന്നേ അല്ലാതെ അതിനകത്ത് വന്ന് നോക്കാനോ ഒന്നും നിന്നില്ല. അങ്ങനെ പിന്നെ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീനും നമ്മൾ പറക്കി വെച്ച് കഴിഞ്ഞു. നമ്മുടെ മീൻതല ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പം നീറുമീൻ കറി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നീറുമീനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുഞ്ഞുള്ളി കൂടി അരിഞ്ഞിട്ടിട്ട് ഇതേപോലെ വേണം പൊടികളെല്ലാം ചേർക്കാൻ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വറ്റി വരുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്താലുണ്ടല്ലോ, ആഹാ എൻ്റെ സാറേ, അതിൻ്റെ ചാറും മാത്രം മതി കൂട്ടാൻ. എന്താ ടേസ്റ്റ് എന്നറിയാമോ. അങ്ങനെ വേണം നീറുമീൻ കറി വെക്കാൻ കേട്ടോ, തേങ്ങ അരച്ച് വെക്കരുതേ. അപ്പം നമുക്ക് ഇന്നൊരു ചാറുകറി മീൻസ് ഒഴിച്ച് കറിക്ക് വേണ്ടി നമ്മൾ വെക്കുന്നത് മാങ്ങാക്കറിയാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങാക്കറി വെക്കുന്നതിനകത്ത് ഞാൻ മാങ്ങ അരിഞ്ഞങ്ങിട്ട് തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലരയ്ക്കും. അപ്പം നമുക്ക് കൂട്ടുമ്പം ഒരുമാതിരിയല്ല, ഈ പുളിശ്ശേരിയുടെ മോരിൻ്റെയൊക്കെ ആ ഒരു ഇത് കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ മാങ്ങ എങ്ങനെ അരയ്ക്കുന്നത്. പിന്നെ എരിക്ക് വേണ്ടി ഞാനകത്ത് കാന്താരി ചേർത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, ഈ വക സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് നല്ല മഷി ഊണ് കരച്ചെടുക്കുക. പിന്നെ നമ്മുടെ ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക, ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക, വറ്റൽമുളകോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണോ അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കുക. തിളപ്പിക്കരുത്. ചൂടായി കഴിയുമ്പോഴത്തേക്കിനും തീ ഓഫ് ചെയ്ത് വെക്കുക. നമ്മുടെ മാങ്ങക്കറി റെഡി. പിന്നെ നമുക്ക് നമ്മുടെ ആ മീനിൻ്റെ മുട്ടയുണ്ടല്ലോ വറുത്ത് കൊടുക്കണം. ഭയങ്കരമായിട്ട് സഹതാപം പറഞ്ഞിട്ട് വറുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ സാധനം അത് നമുക്ക് വറക്കാനല്ല, വേവിച്ചിട്ട് വറക്കാൻ വെക്കാം. അല്ലെങ്കിൽ ഇതങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും, ജാറിനകത്ത് വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിച്ചതായതുകൊണ്ടാണ് ആവശ്യത്തിന് വെള്ളം വെച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ. ആയതുകൊണ്ട് ഈ മീനൊക്കെ നമ്മൾ എണ്ണയ്ക്കകത്ത് തിരിച്ചിട്ട് വേവിക്കുന്നത് പോലെ തന്നെ ഈ മുട്ടയും ഞാനിങ്ങനെ തിരിച്ചും മറിച്ച് വിട്ട് അടച്ച്
വെച്ചാണ് വേവിച്ചത് കേട്ടോ. അങ്ങനെ വെന്ത് വന്നപ്പോഴത്തേക്കും ഞാനിതെല്ലാം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ ഒന്ന് ചിക്കിത്തോത്തി എടുത്തിട്ടുണ്ട്. കൂടുതലിട്ട് ഇളക്കി കഴിഞ്ഞ് ഇതങ്ങ് ഒരുമാതിരി അങ്ങ് ഉടഞ്ഞ് അങ്ങ് പഞ്ചസാര പോണക്കാവും, തരി പൂണക്കുള്ള മുട്ടയല്ലേ. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഉച്ചയ്ക്കത്തെ വിഭവങ്ങൾ കേട്ടോ. അങ്ങനെ പിന്നെ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കിനും വേറെ ഒത്തിരി എൻ്റെ ഒരു കൂട്ടുകാരി അടുത്തൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അതൊന്നും പിടിക്കാൻ പറ്റിയില്ല. അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവളെ ഞാൻ അതിനകത്ത് പിടിച്ചതൊന്നുമില്ല. എനിക്ക് അവളെ ഒന്ന് കാണാൻ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തുണിയൊക്കെ പറക്കിക്കൊണ്ട് വന്ന തുണിയുണ്ടല്ലോ, അത് ഒരു കൂന തുണി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇച്ചിരിയായിട്ടേ തോന്നത്തുള്ളൂ, പക്ഷേ ഇത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ തുണിയൊക്കെ ഇങ്ങനെ മടക്കിക്കൊണ്ടിരുന്നപ്പോൾ പാർത്തമ്മോനും വന്നു. അവൻ്റെ തുണികളെല്ലാം മടക്കാമെന്ന് പറഞ്ഞ് എല്ലാം കൂടെ ഒറ്റയ്ക്ക് അമ്മ ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സഹായിക്കാനായിട്ട് വന്നു എൻ്റെ പൊന്നു മോൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ തുണിയൊക്കെ മടക്കി ഞങ്ങൾ തുണികളെല്ലാം പറക്കി അവരവരുടെ ഷെൽഫിനകത്ത് കൊണ്ട് വെക്കുകയാണ് കേട്ടോ. അവൻ്റെ റൂമിൽ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. വൈകിട്ടായപ്പോഴത്തേക്കിനും രാത്രിയായി. അപ്പോഴത്തേക്കിനും അണ്ണൻ വന്നു. ഒരു 7:30-8 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ അണ്ണൻ വന്നപ്പോൾ കുറേ മാങ്ങ കൊണ്ടുവന്നു കേട്ടോ. പഴുത്ത മാങ്ങ, ഈ കുഞ്ഞ് നാട്ടുമാങ്ങ ഉണ്ടല്ലോ, ചപ്പി ഊർന്ന സൈസ് മാങ്ങ, ആ മാങ്ങയുണ്ടായിരുന്നു, വലിയ മാങ്ങയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അണ്ണൻ വന്നു. പുള്ളിയുടെ ഇടയ്ക്ക് പറഞ്ഞൊരു ഹായിയൊക്കെ തരാൻ എന്തോ ആളിന് മാറ്റമുണ്ട് കേട്ടോ. ഹായിയൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ രാത്രിയായിട്ടോ. ഒരു ദിവസത്തിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഈ കാക്കയും കിളികളെയും പോലെയാണല്ലേ, രാവിലെ വീട് വിട്ടു പോവുക, വൈകിട്ടാകുമ്പോൾ വീട്ടിൽ വരിക. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം രേഷ്മ.